13 ഹൊറർ കഥകൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. പ്രേതകഥകളാണ്. പക്ഷെ പ്രേതകഥകളാണെങ്കിലും വായിക്കാൻ നല്ല രസമാണ്. നല്ല രസമായിട്ടാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. 13 കഥകളാണ് ഈ പുസ്തകത്തിൽ. ആദ്യത്തെ കഥ പറയുന്നത് ചെന്നായി രക്ഷസിച്ചു. ഭീതിയുടെ പൊതുനാമമായ ഗോതിക് കഥകളുടെ സാഹിത്യം ആരംഭിക്കുന്നത് 1764 കൊറേസ് ഹാർമോൺ രചിച്ച ഒട്രാൻഡോയിലെ ദുർഗം എന്ന കൃതിയോടെയാണ്. ഗോതിക് കഥകളുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് പശ്ചാത്തലം, മിക്കപ്പോഴും വളരെ അതിനുള്ളിൽ മനസ്സിലാക്കപ്പെടുന്ന കഥാപാത്രങ്ങളുണ്ട്. കേന്ദ്ര കഥാപാത്രങ്ങളുണ്ട്. അവരെ രീതിയിലായിരിക്കണം. ഇതിന്റെ ഇടനാഴികളും സ്വയം വിലങ്ങുമാവുന്ന നിലവറകളും സാന്നിധ്യങ്ങളൊക്കെയായിരുന്നു ആദ്യകാലത്ത് ക്യാപ്റ്റൻ മാരിയറ്റ് എഴുതിയ ചെന്നായി രക്ഷസിന്റെ കഥയാണ് ഹെർമൻ എന്നയാളാണ് ഹെർമൻ ജ്യേഷ്ഠനും അനുജത്തിയുമുണ്ട്. ഇവരുടെ അമ്മ മരിക്കുകയും ഹെർമന്റെ പിതാവായ ഫ്രാൻസ് തന്റെ രണ്ടാം കസിനായ വിൽഫ്രിഡിന്റെ മകൾ ക്രിസ്റ്റീനയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ ഇവർ രണ്ടുപേരും പൈശാചിക ശക്തികളുടെ അടിമകളായിരുന്നു. തന്റെ രണ്ടാനമ്മയുടെ പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ മാറ്റം തോന്നിയ തന്റെ ജ്യേഷ്ഠൻ സീസർ തന്റെ പിതാവിന്റെ തോക്കെടുത്തു അവരുടെ യാത്രാസഞ്ചാരത്തിലേക്ക് അവരെ കൊണ്ടുവരികയായിരുന്നു. ചുറ്റുള്ള രാത്രിയിൽ രഹസ്യമായി പുറത്തു പോകുന്നതും അതേ ദിവസം തന്നെ ജനാലക്കരയിൽ നിന്നും ചെന്നായയുടെ മുരൾച്ച കേൾക്കുകയും പതിവായതുകൊണ്ടാണ് സീസർ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നീട് ഒരു ദിവസം തന്റെ പിതാവ് കൊണ്ടുവന്ന ഇറച്ചിയിലെ പച്ചമാംസം ഒരു കഷ്ണം വായിലേക്ക് പച്ചയായി ഇട്ട് കഴിക്കുന്നത് സീസർ കണ്ടിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് കുട്ടികൾക്ക് സംശയം വരുന്നത്. പക്ഷെ പിറ്റേന്ന് ഹെർമൻ ഉണർന്നപ്പോൾ തന്റെ ജ്യേഷ്ഠനായ സീസറിനെ കാണാതായി എന്ന വിവരം ഹെർമൻ പിതാവിനോട് പറഞ്ഞിട്ട് പറയുന്നു. എല്ലായിടത്തും തിരഞ്ഞില്ല. വാതിൽ തുറന്നു കിടക്കുന്നത് കൊണ്ട് സീസർ പുറത്തു പോയിരുന്നില്ല. അങ്ങനെ തിരഞ്ഞ് കാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം തിരിച്ചെത്തി കയ്യിൽ ദുരിതമായ തന്റെ മകളുടെ ജഡവുമായാണ്. പിന്നെ എനിക്ക് അനുജത്തെയും വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു വെള്ളച്ചെന്നായ തന്റെ ജ്യേഷ്ഠന്റെ